നമ്മളിന്ന് റിവിഷനാണ് നോക്കുന്നത്. മൊഡ്യൂൾ 2-ലെയും മൊഡ്യൂൾ 4-ലെയും റിവിഷനാണ്. കാരണം തേർഡ് സീരീസ് എക്സാമിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ 2 മൊഡ്യൂളും നിങ്ങൾ എഫക്റ്റീവായിട്ട് പഠിക്കാം. അതിൽ നിങ്ങൾ ഈ പറയുന്ന ടോപ്പിക്സ് ഒന്നും കൂടെ ഫോക്കസ് ചെയ്തിട്ട് മനസ്സിലാക്കണം. അതിലാദ്യത്തെ ഒരു കാര്യം മൊഡ്യൂൾ 4-ൽ നിന്നാണ് തുടങ്ങുന്നത്. കൺട്രോൾ വാൾവുകളുടെ ടൈപ്പ് മനസ്സിലാക്കണം. ഏതൊക്കെ തരം കൺട്രോൾ വാൾവുകളുണ്ട്? 3 ടൈപ്പ് ഓഫ് കൺട്രോൾ വാൾവ് ഉണ്ട്, നമ്മൾ മനസ്സിലാക്കിയതാണ്. ഡയറക്ഷണൽ കൺട്രോൾ വാൾവ്, പ്രഷർ കൺട്രോൾ വാൾവ്, അതേപോലെ തന്നെ ഫ്ലോ കൺട്രോൾ വാൾവ്. ഈ ഫ്ലോ കൺട്രോൾ വാൾവും അല്ലെങ്കിൽ ഈ ഡയറക്ഷൻ കൺട്രോൾ വാൾവിലൊക്കെ ഓരോ വാൾവിൻ്റെ പേര് മാത്രം പഠിച്ചാൽ പോരാ, ആ വാൾവിൻ്റെ ആപ്ലിക്കേഷൻ അത് എവിടെ ഉപയോഗിക്കുന്നു, എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതേപോലെ തന്നെ കമ്പാരിസൺ, ന്യൂമാറ്റിക്സിൻ്റെയും ഹൈഡ്രോളിക്സിൻ്റെയും കമ്പാരിസൺ മനസ്സിലാക്കണം, അല്ലേ? രണ്ടിനും രണ്ടിൻ്റേതായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും കമ്പാരിസൺ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ എയർ സിലിണ്ടർ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിച്ചിരുന്നു. ഹൈഡ്രോളിക്സിലാണെങ്കിലും ന്യൂമാറ്റിക്സിലാണെങ്കിലും വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ആക്ച്വേറ്ററാണ് എയർ സിലിണ്ടർ. ഈ JCBയുടെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിച്ചിരുന്നു. അല്ലെങ്കിൽ പല ഇപ്പോൾ ഭാരത് ബെൻസ് എന്നുള്ളൊരു ട്രക്ക് എടുക്കുകയാണെങ്കിൽ ആ ട്രക്കിലെ ബാക്കത്തെ ലോഡ് അൺലോഡ് ചെയ്യുന്നത് മനുഷ്യരുടെ സഹായത്തോട് കൂടിയിട്ടല്ല. നമുക്കറിയാം, അതിൻ്റെ പുറകിൽ നിന്നും ഒരു 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 സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആമ്പ് പുറത്തേക്ക് ഇങ്ങനെ വരും. അപ്പോൾ ബാക്കത്തെ ഗുഡ്സ് സ്റ്റോർ ചെയ്യുന്ന ആ ഒരു ഭാഗം അതിങ്ങനെ പൊങ്ങിയിട്ട്, അപ്പോൾ അതിൽ കല്ലാണെങ്കിൽ ആ കല്ല് എന്ത് ചെയ്യും? നിലത്തേക്ക് താഴേക്ക് തട്ടിയിടും, അല്ലേ? അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റീലിൻ്റെ റോഡ് ഒരു ബ്ലാക്ക് ഒരു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അത് എയർ സിലിണ്ടറാണ്. അതൊരു സിലിണ്ടറാണ്. അത് ഹൈഡ്രോളിക്സിൽ യൂസ് ചെയ്യുന്നതാണ് ആ സിലിണ്ടർ. ഓക്കെ, അപ്പോൾ ഇവിടെ എയർ സിലിണ്ടർ എന്ന് ഉദ്ദേശിച്ചത് സിലിണ്ടർ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ സിലിണ്ടേഴ്സിനെ ഡബിൾ ആക്ടിങ് സിലിണ്ടർ ഉണ്ട്, സിംഗിൾ ആക്ടിങ് സിലിണ്ടർ ഉണ്ട്. അങ്ങനെ സിലിണ്ടേഴ്സിനെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഓക്കെ, സിലിണ്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എയർ സിലിണ്ടർ എന്നുള്ളതാണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പഠിച്ചത്. പക്ഷെ മനസ്സിലാക്കുക, എയർ സിലിണ്ടർ എന്നുള്ളത് ന്യൂമാറ്റിക്സിൽ യൂസ് ചെയ്യുന്നതാണ്. സിലിണ്ടർ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? ഹൈഡ്രോളിക്സിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഭാഗം എന്ത് ചെയ്യണം? ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മൾ ഡയറക്ഷണൽ കൺട്രോൾ വാൾവൊക്കെ പഠിക്കുന്ന സമയത്ത് 4/2, 3/2 എന്നൊക്കെ പഠിച്ചിരുന്നു. എന്താണ് ഇതിൻ്റെ മീനിങ്? ഓക്കെ, ഇപ്പോൾ 4/2 എന്ന് പറഞ്ഞാൽ 4 പോർട്ട് ഉണ്ടാവും, 2 പൊസിഷൻ ആയിരിക്കും. 3/2 എന്ന് പറഞ്ഞാൽ 3 പോർട്ടായിരിക്കും, 2 പൊസിഷൻ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് വാല്യൂ ഡിഫൈൻ ചെയ്യുന്നത് പോർട്ടുകളെയാണ്. രണ്ടാമത്തെ വാല്യൂ ഡിഫൈൻ ചെയ്യുന്നത് ആ വാൾവ് ഏതൊക്കെ തരത്തിൽ എത്ര പൊസിഷനിൽ അത് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കണം. അതേപോലെ തന്നെ വാൾവിൻ്റെ സിമ്പൽ എന്നിൽ എഴുതിയിട്ടില്ല, വാൾവിൻ്റെ സിമ്പൽസ് നിങ്ങൾ മനസ്സിലാക്കണം. പല വാൾവിനും, ഇപ്പോൾ ചെക്ക് വാൾവിന്, അതേപോലെ തന്നെ സോളിനോയിഡ് വാൾവിന്, അങ്ങനെ പല വാൾവുകൾക്കും സിമ്പൽസ് ഉണ്ട്. ആ സിമ്പൽസ് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ എന്താണ് ഹൈഡ്രോളിക്സ്, എന്താണ് ന്യൂമാറ്റിക്സ് എന്നുള്ള കോൺസെപ്റ്റ് വേണം. ഹൈഡ്രോളിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഓയിൽ അല്ലെങ്കിൽ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ലിക്വിഡിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഫ്ലൂയിഡ് പവറിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഹൈഡ്രോളിക്സിൽ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഫ്ലൂയിഡാണ്. പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡല്ല, ലിക്വിഡാണ്. പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ലിക്വിഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ന്യൂമാറ്റിക്സിൽ പറഞ്ഞാൽ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഗ്യാസാണ്. ഗ്യാസ് മീൻസ് എയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഈ കോൺസെപ്റ്റ് വൈസ് ആയിട്ടുള്ള ഐഡിയകൾ എത്രത്തോളം ഉണ്ട് എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറേ കാണാതെ പഠിക്കുന്നതിനേക്കാൾ ഉപരി ഇതെന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതേപോലെ ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ, രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ കുറച്ച് ഫ്ലൂയിഡ് ഫ്ലോ പഠിച്ചിട്ടുണ്ട്, അല്ലേ? യൂണിഫോം ഫ്ലോ, നോൺ യൂണിഫോം ഫ്ലോ, സ്റ്റഡി ഫ്ലോ ആൻഡ് അൺസ്റ്റഡി ഫ്ലോ, ടർബുലൻറ്റ് ഫ്ലോ ആൻഡ് ലാമിനാർ ഫ്ലോ, ഇങ്ങനെ കുറേ ഫ്ലോസ് പഠിച്ചിട്ടുണ്ട്. ടൈപ്പ് ഓഫ് ഫ്ലോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടർബുലൻറ്റ് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ എത്രയുടെ മുകളിൽ വരുമ്പോഴാണ് ടർബുലൻ്റ് ആവുന്നത്, റെയ്നോൾഡ്സ് നമ്പറിൻ്റെ എത്രയ്ക്ക് താഴെ വരുമ്പോഴാണ് അത് ലാമിനാർ ആവുന്നത്, ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ അതെന്താ പറയുക, സ്റ്റഡി ഫ്ലോയുടെ പ്രത്യേകതകൾ എന്താണ്. ഓക്കെ, ഇതിൻ്റെ പ്രാക്ടിക്കൽ ഈ സ്റ്റഡി ഫ്ലോ ആൻഡ് സ്റ്റഡി ഫ്ലോയുടെ ഡെഫിനിഷൻ പറയുന്നതിനോടൊപ്പം നമ്മളതിൻ്റെ പ്രാക്ടിക്കൽ സൈഡും കൂടെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. പിന്നെ ബെർണോളിസ് തിയറം, അത് കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ബെർണോളിസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷനാണ് മൊഡ്യൂൾ 2-ൽ മുഴുവനായിട്ടുള്ളത്. വെഞ്ചുറിമീറ്റർ, ഇത് എഴുതി തെറ്റാണ് കേട്ടോ. ഇത് വെഞ്ചുറിമീറ്റർ എന്നാണ് ഉദ്ദേശിച്ചത്. ഇത് ഒറിഫീസ് നോച്ചസ്. ഈ നോച്ചിൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് നോക്കുക. അതിൽ നെയ്പ്പ് എന്നുള്ള ഭാഗമുണ്ട്, സിൽ ഓർ ക്രസ്റ്റ് എന്നുള്ള ഭാഗമുണ്ട്. അതേപോലെ തന്നെ ഒറിഫീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വീന കോൺട്രാക്റ്റ് ഉണ്ട്, അല്ലേ?
അതേപോലെ വെഞ്ചുറിമീറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൺവേർജിങ് പാർട്ടുണ്ട്, ഡൈവേർജിങ് പാർട്ടുണ്ട്, ത്രോട്ട് എന്ന ഭാഗമുണ്ട്. ഈ ഡൈവേർജിങ്ങിലും കൺവേർജിങ്ങിലും ത്രോട്ടിലൊക്കെ ഏരിയകൾക്ക് മാറ്റമുണ്ട്. ഏരിയകൾക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ പ്രഷറിന് എന്താ മാറ്റം വരിക, ആ ഫ്ലൂയിഡിൻ്റെ ഫ്ലോയുടെ വെലോസിറ്റിക്ക് എന്താ മാറ്റം വരിക, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ നമുക്കറിയാം കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം എ വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്, അതായത് ക്യൂ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഏരിയ കൂടിക്കഴിഞ്ഞാൽ ആര് കുറയും, വെലോസിറ്റി കുറയും. വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി കുറയും. അതായത് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വസ്തു സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വസ്തുവിന് ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് വെലോസിറ്റി ഉള്ള ഒരു ഫ്ലൂയിഡാണ്. ആ വെലോസിറ്റി മുഖാന്തരം അതിനുള്ള എനർജി കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ വെലോസിറ്റി കുറഞ്ഞാൽ ആക്ച്വലി കൈനറ്റിക് എനർജി കുറയും. ബെർണോൾസ് തിയറി പ്രകാരം എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്, സം ഓഫ് ദ ഓൾ ദ എനർജീസ് അല്ലേ, അതായത് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഹെഡ്, കൈനറ്റിക് ഹെഡ്, അതേപോലെ തന്നെ പ്രഷർ ഹെഡ്, ഈ 3 ഹെഡിൻ്റെയും സമ്മ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് ബെർണോൾസ് തിയറത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഓരോ എനർജി കൂടിക്കഴിഞ്ഞാൽ മറ്റേ എനർജി കുറയും. കൈനറ്റിക് എനർജി കൂടിയാൽ പ്രഷർ എനർജി വർദ്ധിക്കും. സോ ഇപ്പോൾ ത്രോട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിലുള്ള കോൺസെപ്റ്റുകളാണ് നിങ്ങൾക്ക് വേണ്ടത്. അത് അസസ് ചെയ്യുന്ന രൂപത്തിലാണ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു വെഞ്ചുറിമീറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോർട്ട് കൺവേർജിങ് പാർട്ടുണ്ട്, പിന്നെ ഒരു ത്രോട്ട് ഉണ്ട്, പിന്നെ ഒരു ഡൈവേർജിങ് പാർട്ടുണ്ട്, ലോങ് ഡൈവേർജിങ് പാർട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തെ വെലോസിറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഏരിയ വളരെ കുറവാണ്, ഏരിയ കുറവാണ്. ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടി കഴിഞ്ഞാൽ കൈനറ്റിക് ഹെഡ് കൂടും, കൈനറ്റിക് എനർജി എന്ന് പറയാം. കൈനറ്റിക് ഹെഡ് കൂടും. സോ പ്രഷർ എനർജി എന്ത് ചെയ്യും, കുറയും. അപ്പോൾ ഈ ഭാഗത്തെ ലിക്വിഡിൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും, പ്രഷർ കുറവായിരിക്കും. അപ്പോൾ ഇതിന് മനസ്സിലാക്കുക, ഏരിയ കൂടുന്തോറും അവിടുത്തെ പ്രഷർ കൂടും, വെലോസിറ്റി കുറയും. ഏരിയ കുറഞ്ഞാൽ പ്രഷർ കുറയും, വെലോസിറ്റി കൂടും. അപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ ഈ ഇക്വേഷനിൽ നിന്നുള്ള ഈ പ്രാക്ടിക്കലായിട്ടുള്ള കോൺസെപ്റ്റുകൾ ഉൾപ്പെടെ നിങ്ങളെ കൈകളിൽ വേണം. അതിനനുസരിച്ചാണ് ക്വസ്റ്റ്യൻസ് ഇട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കണം. ഇതിനോടൊപ്പം മറ്റു ടോപ്പിക്സും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ടോപ്പിക്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ബാക്കിയുള്ളത് അതിൻ്റെ കൂടെ മനസ്സിലാക്കുക. 3rd സീരീസ് എക്സാമിനേഷനാണ്. നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് വാങ്ങാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങൾക്ക് പ്ലസ് ആണ്, നിങ്ങൾക്കതൊരു അഡ്വാൻറ്റേജ് ആണ്. നിങ്ങളെ ടോട്ടൽ മാർക്കിൽ അതിൻ്റെ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനനുസരിച്ച് ഇത് കൃത്യമായി ഫോളോ ചെയ്ത് 25ൽ 25 മാർക്ക് നേടുന്ന രൂപത്തിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.